നമ്മൾ സ്ത്രീകൾക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ കൈ എത്തിയാലേ എല്ലാം ശരിയാവത്തുള്ളൂ. നമ്മൾ തന്നെയല്ല അത് ഞാൻ ചെയ്യാം, ഇത് ഞാൻ ചെയ്യാം, അത് ഞാൻ ചെയ്യാം. ഒരിക്കലും ആ ഒരു സൂപ്പർ വുമൺ ആവാൻ വേണ്ടി നിൽക്കരുത്. ഡോണ്ട് ഡു ഇറ്റ് ഓൾ. ആരും സൂപ്പർ വുമൺ ഒന്നുമല്ല. പക്ഷെ നമ്മൾ എല്ലാവരും പവർഫുൾ ആണ്. നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു സ്ട്രെങ്ത് ഉണ്ട്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു സ്റ്റഡി നടത്തുക എന്നുള്ളത്. നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൊണ്ട് അതിൽ കൊണ്ടുപോയി ഇടരുത്. ഞാനിപ്പോ എനിക്ക് 43 വയസ്സായി, 3 വയസ്സാവണം. വിമൻ ഓൺടർപ്രണേഴ്സിന് പഴയ ഒരു കാലമല്ല. ഇപ്പൊ ഒത്തിരി എൻകറേജിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. നല്ലൊരു എൻവയോൺമെന്റ് ആണ്. ABC മലയാളം എൻ ബിസിനസ്സിൽ ഇന്ന് ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു അതിഥിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്, ജിമോൾ ചാക്കോ കോരുത്ത്. എന്താണ് ഈ മനോഹരമായ പേരിന്റെ പിന്നിലെ കഥ? ചാക്കോ എൻ്റെ ഒരു വിങ്ങും കോരുത്ത് അടുത്ത വിങ്ങുമാണ്. പപ്പ കൂടെ ഇല്ല, പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളതും എൻ്റെ ഒരു ശക്തി എന്ന് പറയാൻ പറ്റിയ രണ്ടാളുകളാണ്. ചാക്കോ എൻ്റെ പപ്പയാണ്, കോരുത്ത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പം ഇപ്പോൾ ലൈക്ക് ജിമോൾ ഒരു ബിസിനസ് പേഴ്സൺ ആണ് അല്ലേ? അപ്പോൾ അതിനൊരു തുടക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ തുടക്കം എവിടെ നിന്നാണ് ആ സ്റ്റാർട്ട്? ഞാൻ പഠിച്ചത് എൻ്റെ ഹയർ സ്റ്റഡീസ് ഫാഷൻ ഡിസൈനിങ്ങിലാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് അതിൻ്റെ PG എടുത്തത്. അതിനുശേഷം ഞാൻ ആ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യായിരുന്നു. ദെൻ ഐ ഗോട്ട് മാരിഡ്. ഞാൻ ബോംബെക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ വെച്ചിട്ടാണ് ബിസിനസ്സിൻ്റെ തുടക്കം. അതൊരു ബിസിനസ് തന്നെ ചിന്തിക്കാതെ ഉണ്ടായിരുന്ന ഒരു തുടക്കമാണ്. കാരണം അവിടെ എനിക്ക് ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരു 2009 ആ സമയത്തെ പറ്റിയാണ് പറയണേ. ആ സമയത്ത് നമുക്ക് GST വന്നിട്ടില്ല, ടിൻ നമ്പറാണ്. അപ്പോൾ ഞാൻ ബോംബെ, അപ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. കല്യാണം കഴിച്ചു, ഹസ്ബൻഡ് ജോലിക്ക് പോകും. അപ്പോൾ ഞാൻ രാവിലെ ഒരു ഫോണും ബാഗും കുറച്ച് പൈസയായിട്ട് ഇറങ്ങും. ബോംബെയുടെ പല ഭാഗങ്ങളും ചുറ്റി കാണാനായിട്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പല മാർക്കറ്റുകളും കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് നാട്ടിലെ കുടുംബശ്രീ, അന്ന് കുടുംബശ്രീ എന്നല്ല വേറെ എന്തോ പേര്, ചേച്ചിമാരെ കണക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ക്ലോത്ത്സ് അങ്ങോട്ട് അയക്കാം എന്നുള്ളത്. അപ്പോൾ അന്നൊക്കെ ഈ ബുട്ടിക്സിന്റെ ആ ഒരു കൾച്ചർ വന്നിട്ടില്ല. ഷീമാട്ടിയാണ് മെയിൻ നമ്മുടെ ഫാഷൻ ഡെസ്റ്റിനേഷൻ. അവിടെയാണ് ഇങ്ങനെ ഈ എംബ്രോയിഡറി ഒക്കെ ഉള്ള സെറ്റ് സൽവാറൊക്കെ വന്നു തുടങ്ങണേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോൾ 1000 റുപ്പീസിന് കാണുന്ന കാര്യങ്ങൾ അവിടെ 200 റുപ്പീസ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ചെയ്തുകൂടാ. അങ്ങനെ ഒരു പീസിൽ 200 റുപ്പീസ് മാർജിൻ ഇട്ടിട്ട് ദാദർ മാർക്കറ്റിൽ നിന്ന് ഞാൻ ബൾക്കായിട്ട് ക്ലോത്ത്സ് വാങ്ങിക്കും. അപ്പം ഇവർക്ക് ടിൻ നമ്പർ ഇല്ല, പക്ഷെ എന്നാലും അവർ സെൻഡ് ചെയ്യും. അത് പ്രോബ്ലം ഇല്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചൂസ് ചെയ്യും 100 പീസ് എന്ന് പറയുമ്പോൾ അത് അവിടെ നിന്ന് നമ്മൾ ബില്ല് ചെയ്യും. അതിലൊരു മാർജിൻ എനിക്ക് വരും. അതാണ് എൻ്റെ ഞാൻ അറിയാതെ തുടങ്ങിയ ബിസിനസ്. നമ്മളിപ്പോൾ ഒരു ബേക്കറിയിൽ പോയി അല്ലെങ്കിൽ അല്ലാതെ ഒരു സ്റ്റോറിൽ പോയി മേടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൂടി വന്ന ഒരു വൈറ്റ് ബ്രെഡോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ ബ്രെഡോ കുറച്ച് ഈസ്റ്റൊക്കെ ഇട്ട് ആ ഒരു കോൺസെപ്റ്റായിരുന്നു ബ്രെഡ് കൾച്ചർ ഉണ്ടായിരുന്നു. ആ ഒരു കൾച്ചറിനെ എൻറ്റയർലി മാറ്റിയിട്ട് ഹെൽത്തി വേ ഓഫ് ബേക്കിങ്ങിലോട്ട് ജിമോൾ വന്ന് ഹെൽത്തി വേയിൽ ഓഫ് ബ്രെഡ് കഴിക്കാം എന്നുള്ളൊരു മലയാളികൾക്ക് ഒരു തോട്ട് പ്രോസസ്സ് ഇട്ട് കൊടുത്തത് ജിമോളാണ്. അത് എങ്ങനെയാണ് ആ ഒരു ഷിഫ്റ്റ് ആയത് ഫ്രം ദി ക്ലോത്തിങ് ടു ബേക്കിങ്ങിലോട്ട് ഷിഫ്റ്റ് ആകാനായിട്ടുള്ള ഒരു റീസണിങ് ബിഹൈൻഡ് എന്തായിരുന്നു? എൻ്റെ ജീവിതത്തിലൊന്നും ഭയങ്കര പ്ലാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രാറ്റജി വെച്ചിട്ടോ അജണ്ട വെച്ചിട്ടോ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഞാൻ അതിലോട്ടും ബിലീവ് ചെയ്യണമില്ല. ഐ ബിലീവ് ഇൻ പേർപ്പസ്, ഇൻവെന്റിങ് തിങ്സ്, ഇവോൾവിങ് ആൻഡ് ക്രിയേറ്റിംഗ് എൻ ഇമ്പാക്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഞാനിതുപോലെ നമ്മൾ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴാണല്ലോ നമ്മൾ കാര്യമായിട്ട് നോക്കി തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു ഫാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് റാഗി വരുമായിരുന്നു. അപ്പോൾ അത് കുറുക്കിയിട്ടാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത് മോൾക്ക്. അതിനുശേഷം നമ്മൾ ഈ ബിസ്ക്കറ്റുകൾ തുടങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ജനറലി ഞാൻ 2009 കാര്യം പറയുന്നത്, 9-10 ആ സമയത്ത് ബിസ്ക്കറ്റാണ്. 1% താഴെയാണ് അതിലുള്ളത്, ബാക്കി മൈദയാണ്. അപ്പൊ അതിൽ നിന്നാണ് എന്തുകൊണ്ട് എൻ്റെ വീട്ടിലുള്ള ഗോതമ്പ് അല്ലെങ്കിൽ റാഗി വെച്ചിട്ട് കുക്കീസ് ഉണ്ടാക്കിയാലോ. എനിക്ക് ബേക്കിങ്ങിന്റെ ABCD പോലും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട്, ഐ ഡു ബേക്കിംഗ് ക്ലാസ്സസ്, സ്റ്റുഡൻസിനോട് പറയും എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ബിക്കോസ് എനിക്ക് അവനിൽ എങ്ങനെയാണ് ഒരു റാക്ക് വെക്കണേന്ന് പോലും വെരി ഓണസ്റ്റ്ലി അറിയാത്ത ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഒരു നാടൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരണേ. ഞങ്ങൾ ബേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വലിയ പരിചയവും ഒന്നുമില്ല, അങ്ങനത്തെ ഒരു കൾച്ചറും അല്ല. അപ്പൊ നമ്മൾ ഈ വട്ടയപ്പവും ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കിതുപോലെ പ്ലേസ് ചെയ്യാൻ പോലും അറിയത്തില്ല അവനിലൊരു റാക്ക്. അപ്പൊ ഞാൻ പതുക്കെ ശ്രമിച്ചു തുടങ്ങി. കാരണം എൻ്റെ കുഞ്ഞിന് എനിക്ക് നല്ല ഫുഡ് കൊടുക്കണമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹെൽത്തി ബേക്കിങ്ങിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഐ ജസ്റ്റ് ചാൻസ്ഡ് അപ്പോൺ ഇറ്റ്. അത് എന്താ പറയാ, ഒട്ടും പ്ലാൻ ചെയ്ത കാര്യമല്ല. അപ്പൊ അങ്ങനെ അത് ചെയ്തു. അത് എൻ്റെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഫ്രം ഡേ വൺ. അങ്ങനെ അത് ഇംപ്രൊവൈസ് ചെയ്ത് ഞാൻ അറിയാതെ തന്നെ നമ്മൾക്കൊരു ഡിഫറെന്റ് റേഞ്ച് ഓഫ് കുക്കീസും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കി തുടങ്ങി. നമ്മളൊരു ന്യൂ മദർ ആവുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ നെറ്റ്വർക്കിൽ നമ്മൾ അറിയാതെ തന്നെ
മദേഴ്സ് ആയിരിക്കും വരിക കൂടുതൽ നമ്മുടെ ഫ്രണ്ട്സിൽ. അപ്പൊ അങ്ങനെ വന്നപ്പം അവര് വീട്ടിൽ വരുമ്പോൾ അവർക്ക് ഒരു പിള്ളേർക്ക് ഇത് കൊടുത്തു തുടങ്ങി. അപ്പൊ അവരും ചോദിച്ചു തുടങ്ങി. 1-2 പ്രാവശ്യം നമ്മൾ ഗിഫ്റ്റ് ചെയ്തു. പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ട് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട്. അപ്പൊ അവര് ചാർജ് ചെയ്യുമെന്ന് ചോദിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെ അപ്പൊ വീട്ടിലെല്ലാരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ പതുക്കെ ഞാൻ അറിയാതെ തന്നെ ഒരു ബിസിനസ് വന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആ ഒരു ബേക്ക്ഡ് ആയിട്ടുള്ള ഒരു ഇപ്പൊ നമുക്ക് ഐറ്റംസ് ഇപ്പൊ ജിമോൾ ഇപ്പൊ ചെയ്യുന്നില്ല അല്ലേ? അത് ഞാനൊരു 8 കൊല്ലത്തോളം ചെയ്തു. ഞാൻ തിരിച്ച് കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വന്നപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈവാസ് ഹെൽത്തി ബേക്സ് എന്നുള്ള പേരിൽ 8 കൊല്ലത്തോളം നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, പല ടൈപ്പ് കുക്കീസ്. ഞാൻ തുടങ്ങിയ സമയത്ത് 2012 ഞാൻ 13 കൊച്ചിയിൽ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണേ. ആ സമയത്ത് വീറ്റ് കുക്കീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സിബിഷൻസ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എല്ലാവരും ചെയ്യുന്നത് എല്ലാ എക്സിബിഷനിലും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ എക്സിബിഷൻസിനൊക്കെ പോകുമല്ലോ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കുട്ടികൾ എനിക്ക് ആ കുക്കീസ് വേണം എന്ന് പറഞ്ഞാലും മദേഴ്സ് പറയും ഇല്ല അത് റാഗിയാ, അത് വീറ്റാ, നിനക്ക് കഴിക്കത്തില്ല, വെറുതെ വേസ്റ്റ് ചെയ്യും എന്ന് പറയും. അതായിരുന്നു ആറ്റിറ്റ്യൂഡ്. അവിടെ നിന്ന് ഐ എം സോ പ്രൗഡ് ദാറ്റ് വി കുഡ് ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ്. അത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കൾച്ചറായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര അഭിമാനത്തിന്റെ കാര്യമാണ്. ആക്ച്വലി ഞാൻ ആക്ച്വലി ബ്രെഡ്സ് ഇപ്പം മേടിക്കാറില്ല കാര്യം ഞാൻ ജിമോളുടെ അത് വെൻ ഐ ബിക്കം യുവർ കസ്റ്റമർ എനിക്ക് മനസ്സിലായി അതിൻ്റെ ബിഹൈൻഡിലുള്ള ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. എന്നാലും വൈറ്റ് ബ്രെഡ് ദാറ്റ്സ് നോട്ട് ഗുഡ്. അതിലുപയോഗിക്കുന്ന ഈസ്റ്റിൻ്റെ കണ്ടൻറ്റ് അത് നമ്മുടെ വയറിനും ഗട്ടിനൊന്നും ഒട്ടും നല്ലതല്ല. ഇത് മനസ്സിൽ എൻ്റെ ഉള്ളിലോട്ട് കയറിയതിന് ശേഷം ഞാൻ ബ്രെഡ്സ് ടു ബി ഫ്രാങ്ക് ഞാൻ മേടിക്കാറില്ല. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കസ്റ്റമേഴ്സാണ് എൻ്റെ ഒരു അസെറ്റ്. അപ്പോൾ ഇത് പക്ഷേ അത് കുറച്ചും കൂടി മുമ്പോട്ട് പോയി. അതായത് യു സ്റ്റാർട്ടഡ് ടീച്ചിങ് അല്ലേ, പഠിപ്പിക്കാൻ. അതായത് ആൾക്കാർക്ക് ബേക്ക് ചെയ്യാൻ ഈ ഒരു ഹെൽത്തി വേയിൽ എങ്ങനെ യു ക്യാൻ ബേക്ക് എന്നുള്ളത് ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി അല്ലേ? ഞാൻ ഈവാസ് ഹെൽത്തി ബേക്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്കൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് ഇതുപോലെ പ്രോഡക്ട്സിനെ പറ്റി അറിയാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കുറെ പേർക്ക് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അന്ന് ഓൺലൈൻ ക്ലാസ്സസ് ഇല്ല. നമ്മുടെ സ്റ്റുഡിയോയിൽ കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും കോയമ്പത്തൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആളുകൾ വന്നു തുടങ്ങി. അങ്ങനെ വേർഡ് ഓഫ് മൗത്തിൽ, അങ്ങനെ ഒരു വലിയ അഡ്വർടൈസ്മെന്റ് ഒന്നും ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ല, പ്രൊമോഷൻസിനൊന്നും. പക്ഷെ വേർഡ് ഓഫ് മൗത്തിൽ ഒത്തിരി പേര് വന്നു തുടങ്ങി. സോ 1 day വർക്ക്ഷോപ്സ് നടത്തുമായിരുന്നു. അപ്പൊ അതില് ഒരു സാധനം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിൽ കൂടുതലായിട്ട് I have always tried to make an impact on people, the way they eat, the way they make their food choices, wiser food choices എടുക്കാനായിട്ട് അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് ഒരു വർക്ക്ഷോപ്പിന്റെ ഇന്റൻഷൻ. that really helped actually. കാര്യം ഒരു 8 years back or 9 years ഇത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നില്ല ആൾക്കാർ. ലൈക്ക് അവര് നമ്മുടെ മലയാളികൾ കിട്ടുന്നത് കഴിക്കാനും ഒക്കെ ആകെ. ഇപ്പൊ പക്ഷെ ഒരു 3/4 മലയാളികളും ഓൾമോസ്റ്റ് ഒന്ന് ചിന്തിക്കും ഇത് കഴിക്കാവോ, ഇത് കഴിക്കാൻ പറ്റുന്നതാണോ നമുക്ക്. അങ്ങനെയൊക്കെ ഒരു വൺ ഓഫ് ദി റീസൺ അല്ലെങ്കിൽ ജിമോൾക്ക് അതിനൊരു ഭാഗമാകാനായിട്ട് വിത്തൗട്ട് ഡൗട്ട് പറയാനായിട്ട് നമുക്ക് ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ നമ്മൾ എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളത്. ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ സ്മോൾ സ്റ്റെപ്പ്. പക്ഷെ ഞാൻ പറയുന്ന റിപ്പിൾ ഇഫക്റ്റ് ആയിരുന്നു. മനുഷ്യർ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് അവർ നമ്മളെക്കാളും ഇന്റലിജന്റ് ആണ്. സോ നമ്മുടെ പേർപ്പസും നമ്മുടെ ഇന്റൻഷനും ഇതെല്ലാം തന്നെ ആളുകൾ മനസ്സിലാക്കും. അപ്പൊ അതിലൊരു 100% ഒരു ക്ലാരിറ്റിയും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു അക്സെപ്റ്റൻസ് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇനീഷ്യൽ അക്സെപ്റ്റൻസ് വന്നേക്കാം, പക്ഷെ അത് ലാസ്റ്റ് ചെയ്യത്തില്ല. എനിക്ക് പേഴ്സണലി എന്റെ ലൈഫിൽ ഞാനിപ്പോ എനിക്ക് 43 വയസ്സായി, 3 വയസ്സാവണം. അപ്പോ എന്റെ ലൈഫിൽ പേഴ്സണലി എന്റെ ഏറ്റവും ലോവസ്റ്റ് പീരിയഡ് ആണ് കോവിഡ് ടൈം. ബിക്കോസ് അതിന് തൊട്ട് മുന്നാണ്, കോവിഡ് ഡിക്ലെയർ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നാണ് എന്റെ പപ്പ അപ്രതീക്ഷിതമായിട്ട് ക്യാൻസർ സ്ഥിരീകരിക്കണേ. അപ്പോ പപ്പ വീഴുന്നു, പപ്പയ്ക്ക് ഒരു ചെറിയ ഫ്രാക്ചർ വരുന്നു, എക്സ്റേ എടുക്കാൻ പോകുന്നു. അവിടെ നിന്ന് ഇമ്മീഡിയറ്റ്ലി സ്കാൻ ചെയ്യാൻ പറയുന്നു, ക്യാൻസർ ആണെന്ന് പറയുന്നു. 90% ബോഡിയിൽ അതുവരെ ഒരു സിംറ്റം ഇല്ല. വളരെ ആക്റ്റീവായിട്ട് 1 മിനിറ്റ് വെറുതെ ഇരിക്കാതിരിക്കുന്ന ആളാണ് എൻ്റെ പപ്പ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുന്നു. 6 മാസം, ഏറ്റവും കൂടിയത് 6 മാസം എന്ന് ഡോക്ടർ ഗംഗാധരൻ പറയുന്നു. അങ്ങനെ ഒരു സമയമാണ് അത്. അത് കഴിഞ്ഞിട്ട് പപ്പ എൻ്റെ കൂടെ ആയിരുന്നു. ഞങ്ങൾ പപ്പനെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടില്ല. അങ്ങനെ പപ്പ എൻ്റെ കൂടെ ആയിരുന്നു. എല്ലാം കൊണ്ടും ഇപ്പൊ ബിസിനസ് ക്ലോസ് ആയി. ഫുഡ് ഇൻഡസ്ട്രി അല്ലേ, നമ്മളെല്ലാവരും തന്നെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തായിരുന്നു. അങ്ങനെ സ്റ്റാഫ് ഉണ്ട് വീടുകളിൽ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഒരു ദിവസം, ഹിന്ദുസ് പറയുന്നത് സരസ്വതിയുടെ ഒരു അനുഗ്രഹം എന്ന് പറയും, നമ്മൾ ക്രിസ്ത്യൻസ് പറയും ഹോളി സ്പിരിറ്റിന്റെ ഒരു ഇന്റർവെൻഷൻ എന്ന് പറയും. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു കേട്ടോ. എനിക്ക് പല സമയത്തും ജീവിതത്തിന്റെ പല സമയത്തും ഞാൻ ഈ റൂട്ട് എടുക്കണോ ആ റൂട്ട് എടുക്കണോ എന്ന് തോന്നുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് എനിക്കൊരു കോള് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ആലോചിക്കുകയാണ്,
ഈ സൂം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ടല്ലോ, അപ്പൊ എന്തുകൊണ്ട് സൂമിൽ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെ ക്ലാസ് എടുത്തുകൂടാന്നുള്ളത്. ഞാൻ അപ്പൊ തന്നെ എനിക്ക് ഇങ്ങനെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യുന്ന പരിപാടിയില്ല. പാതിരാത്രി ആണെങ്കിലും ഞാൻ ഇരുന്ന് എഴുതും, ഇംപ്ലിമെന്റ് ചെയ്യും, അത് പ്ലാൻ ചെയ്യും, പിറ്റേ ദിവസം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെ എൻ്റെ ഒരു 5 ക്ലോസ് ഫ്രണ്ട്സിനോട് ഞാൻ പറയാണ്, നാളെ ഉച്ചയ്ക്ക് നിങ്ങൾ 2 മണിക്ക് സൂമിൽ വരണം, ഞാനിങ്ങനെ ഒരു റെസിപ്പി നിങ്ങളെ കാണിക്കും. അപ്പൊ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ലൈറ്റ് ഉണ്ടോ, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ. കാരണം എനിക്ക് മൈക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഹെഡ്ഫോൺ ഒന്നുമില്ല, ഒരു ലാപ്ടോപ്പ് മാത്രം, അത് റോഷന്റെ ഹസ്ബൻഡിന്റെ ലാപ്ടോപ്പ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഒരു കുക്കീസിന്റെ സാധനങ്ങളൊക്കെ റെസിപ്പി ഒക്കെ എടുത്ത് ബൗൾസിലൊക്കെ ആക്കി ലാപ്ടോപ്പ് ബാൽക്കണിയിൽ കൊണ്ടുപോയി വെച്ചിട്ട്, ഒരു ടേബിൾ ഉണ്ട് ബാൽക്കണി, വലിയ ബാൽക്കണി ആയിരുന്നു ഞങ്ങളുടെ, അവിടെ വെച്ചിട്ട് ഈ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ജി ഈ ആംഗിളിലേക്ക് ലാപ്ടോപ്പ് തിരിച്ചു വെക്കൂ, ഇവിടെ ലൈറ്റ് വെക്കൂ, അങ്ങനെ വെക്കൂ, ഇങ്ങനെ വെക്കൂ എന്ന് കുറേ ഫീഡ്ബാക്ക് തന്നു. അങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ക്ലാസ്സിന്റെ ട്രയൽ. അതിനുശേഷം ഞാൻ ഫേസ്ബുക്കിലും എല്ലായിടത്തും ഇതുപോലെ ക്ലാസ്സുകളെ പറ്റി അഡ്വർടൈസ് ചെയ്തു. ആ ഒരു കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്റ്റാഫിന് 70% സാലറി എനിക്ക് കോവിഡ് ടൈമിൽ കൊടുക്കാൻ പറ്റി. ഇവരെല്ലാവരും വീടുകളിൽ ഇരിക്കുന്ന ആളുകളാണ്. അപ്പൊ എനിക്ക് ആ ഒരു കോവിഡ് ടൈമിൽ ഇങ്ങനെ ഒരു ഐഡിയ വന്നു, അത് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്. ഇറ്റ് വാസ് നോട്ട് ഈസി. ഐ നോ പക്ഷെ അത് പേഷ്യൻസ്, അതായത് യു ഡിഡ് ഇറ്റ് ഇൻ എ വെരി പേഷ്യന്റ് വേ അല്ലേ? ബിക്കോസ് ഐ ലവ്ഡ് വാട്ട് ഐ വാസ് ഡൂയിങ്. ഇഫ് യു ഹാവ് ദ ഐ ഫോർ ഇറ്റ്, ദർ ഇസ് എ വേ. നമ്മളെല്ലാവരും പവർഫുൾ ആണ്, ആരും സൂപ്പർ വുമൺ ഒന്നുമല്ല, പക്ഷെ നമ്മളെല്ലാവരും പവർഫുൾ ആണ്. നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു സ്ട്രെങ്ത് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരിലും ഒരു ശക്തിയുണ്ട്, ശരിയാണ്, എല്ലാവരും ഒരു ശക്തിയുണ്ട്. അപ്പൊ നമുക്ക് പരസ്പരം ഒരു ഈഗോ ഉണ്ടാവില്ല, ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവില്ല. ആ കോൺഫിഡൻസ് ആണ് നമ്മുടെ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് മൈൻഡ് ആണത്. ഇപ്പൊ വേറെ എന്തോ ഒരു വെഞ്ചർ തുടങ്ങാനായിട്ട് അങ്ങനെ ഞാൻ ചെയ്തത്, പ്രൊഡക്ഷൻ സൈഡ് നിർത്തിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഞാനും കൂടി ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, ബോഡി റേം അപ്പാരൽസ് എന്ന് പറഞ്ഞിട്ട്. എക്കോണമി റേഞ്ചിലുള്ള ലേഡീസ് ലോഞ്ചറി മാനുഫാക്ചറിംഗ് ആണ് ഞങ്ങളുടെ ബ്രാൻഡാണ്. ബോഡി റേമിൽ എനിക്ക് പ്രോഡക്റ്റ് സൈഡാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഞങ്ങള് കേരളയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി നോർത്ത് ഈസ്റ്റിലേക്കാണ് ഫോക്കസ് ചെയ്യണത് ഇപ്പോൾ. കാരണം നമുക്ക് അവിടെ നിന്ന് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ബിസിനസ്സും പേയ്മെന്റ് കളക്ഷൻ എല്ലാം ഞങ്ങൾക്ക് നല്ല രീതിയിൽ അവിടെ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടി അവിടെ ഫോക്കസ് ചെയ്യാണ്. അതല്ലാതെ ഇപ്പൊ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് മെയിനായിട്ടും ബോഡി റേമിൽ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യണു. അതല്ലാതെ ട്രെയിനിങ്ങിന്റെ ആ ഒരു വിങ് ഞാൻ കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ സ്കൂൾ ഓഫ് റെഡിനെസ്, ദ സ്കൂൾ ഓഫ് റെഡിനെസ് എന്നുള്ള പേരിൽ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 2-3 മാസത്തിനുള്ളിൽ ഇതുണ്ടാവും. അതിന്റെ 2-3 മാസത്തിനുള്ളിൽ അതിന്റെ ലോഞ്ച് ഉണ്ടാവും. അപ്പോൾ അത് കടവന്ത്രയിൽ തന്നെയാണ്. അപ്പോൾ പല രീതിയിലുള്ള ആളുകൾക്കുള്ള റെഡിനെസ് കോഴ്സസ്. സോ ഇറ്റ് ഈസ് അബൌട്ട് വർക്ക്ഷോപ്സ് ദാറ്റ് വിൽ ഗെറ്റ് യു റെഡി ഫോർ സംതിങ് ബിഗർ, സംതിങ് നെക്സ്റ്റ് സ്റ്റെപ്പിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് റെഡി ആക്കുന്ന കാര്യങ്ങളാണ്. അതിൽ കലിനറി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ടാവും, വർക്ക്ഷോപ്സ് ഉണ്ടാവും, ഷോർട്ട് ടേം ഉണ്ടാവും, ലോങ് ടേം ഉണ്ടാവും, അല്ലാതെ എറ്റിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്സ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിൽ ഒരു ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും കുക്കിങ്ങുമായിട്ടാണ് പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നത്. അല്ലാതെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് സ്കിൽസിലുള്ള റെഡിനെസ് കോഴ്സസ് ഉണ്ടാവും. കേരളത്തിലൊരു ന്യൂ കോൺസെപ്റ്റ് ആണ്. നമ്മൾ അതിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ക്യൂറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് എന്റെ പുതിയ പ്രോജക്റ്റ്. ഞാൻ സ്കൂളുകളിൽ പോകാറുണ്ട്, റെസിഡൻഷ്യൽ മീറ്റിംഗ്സിനൊക്കെ പോകാറുണ്ട്. സ്കൂളുകൾ എനിക്ക് ഗവൺമെന്റ് സ്കൂളുകളാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യണേ, കാരണം അവർക്കാണ് നമ്മൾ കൂടുതൽ ആവശ്യം. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് കുട്ടികൾക്ക് ഒരു 1.5 hour ഹെൽത്തി ഈറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള സെഷൻസ് എടുക്കും. അത് ഗവൺമെന്റ് സ്കൂളിൽ മാത്രമല്ല, ബാക്കി നമ്മുടെ കൊച്ചിയിലെ പ്രീമിയം സ്കൂളിൽ അവരെന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. പാക്കേജിംഗ് ഫുഡിന്റെ കാലമാണിത്, പ്രോസസ്ഡ് ഫുഡിന്റെ കാലമാണ്. ആ ഫുഡ് എങ്ങനെയാണ് ഫാമിൽ നിന്ന് നിങ്ങളുടെ പ്ലേറ്റിൽ വരണമെന്നുള്ളത് ഒരു കുട്ടിയുടെ അടുത്ത് ജെന്യുവൻ ആയിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം? ഇല്ല. എഡ്യൂക്കേഷനും അതിൻ്റെതായ ലിമിറ്റേഷനും ഉണ്ട്. സോ ഐ സ്പീക്ക് ടു ദം ബിക്കോസ് എൻ്റെ മക്കൾക്ക് എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് അതിനുള്ളൊരു നോളജ് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടായി. എൻ്റെ പ്രിവിലേജസ് ആയിരിക്കാം, എനിക്ക് കിട്ടിയ പല പല നല്ല സാഹചര്യങ്ങൾ കൂടെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികൾക്കും അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ലൈഫിന്റെ ഒരു കോളിംഗ് ആണ്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഐ ഡോണ്ട് ചാർജ് ഫോർ ദാറ്റ്. ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ എൻ്റെ 2 വളരെ നല്ല സുഹൃത്തുക്കൾ, ഞങ്ങൾ ഒരേപോലെ ചിന്തിക്കുന്ന 2 സുഹൃത്തുക്കൾ, ഷർമിളയും ഡോക്ടർ ശ്വേതയും, ഞങ്ങൾ 3 പേരും കൂടിയിട്ട് മാർഗം, ദ പാത്ത് ഫോർവേഡ് എന്നുള്ള പേര്. അതാണ് സജീവ് പറഞ്ഞത്, 60 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. അതിലൊരു കാറ്റഗറി ഒന്നുമില്ല, 60 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നമ്മൾ ഒരു പിടി ആക്ടിവിറ്റീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യും. കേരളത്തിൽ എവിടെയും, നമ്മൾ കൊച്ചിയിൽ നിന്ന് മാത്രമില്ല, കേരളത്തിൽ എവിടെയും. അതിന്റെ തുടക്കമായിട്ട് ഞങ്ങൾ ഒരു 15
യുവ സംരംഭകർ 60+ ആയിട്ടുള്ള യുവ സംരംഭകർ, യങ് നമ്മളെക്കാളും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. 60+ലുള്ള യുവ സംരംഭകരുടെ ഒരു പോപ്പപ്പ് സെയിൽ, അത് സംതിങ് വെരി ഡിഫറെന്റ് അല്ലേ? അതായത് ആ 60+ ഉള്ള ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ, അവർക്ക് അവരെ ഒന്നും കൂടി ചിന്തിപ്പിക്കുക, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. കാരണം അവര് വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തു. ആ ഈവെന്റിന് വന്ന ആളുകൾ, അൺലൈക്ക് എനി അതർ ഈവന്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്, ഈ ഈവെന്റിന് വന്ന ആളുകൾ ദേ കെയിം ഫോർ ദീസ് പീപ്പിൾ ആൻഡ് ദ കോൺസെപ്റ്റ്, നോട്ട് ഫോർ ദ പ്രോഡക്ട്സ്. ആൻഡ് ദാറ്റ് ഹസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. ആ ഒരു വൈബേ ഡിഫറെന്റ് ആയിരുന്നു. ഞാനും വന്നിട്ടുണ്ടായിരുന്നു. ഒരേ മനസ്സോടെ വന്നൊരു ക്രൗഡ്. ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു. ഈ 60 വയസ്സിന് മേലെയുള്ള ആളുകള് അവരുടെ ഒരു അഭിമാനം, അവരുടെ ഒരു സന്തോഷം, അവരൊരു നമ്മൾ അവരുടെ സ്റ്റാളിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും അവരോട് ചോദിക്കുമ്പോൾ അവരൊരു ബിസിനസ് ചെയ്യുന്നുള്ള ഒരു ഫീലിംഗില്ലേ, ആ ഒരു സംതിങ് ദേ ആർ ഡൂയിങ് സംതിങ് വെരി മീനിങ്ഫുൾ, പ്രൗഡ് ആൻഡ് ലൈക്ക് ഭയങ്കര ഒരു എക്സ്പ്രഷൻസ് ആയിരുന്നു. അവർ പോകാൻ നേരത്ത് അവർ പറഞ്ഞ കാര്യങ്ങള്, അവർ നമ്മളെ കെട്ടിപ്പിടിക്കണു, ഉമ്മ വയ്ക്കണു, ബ്ലസ് ചെയ്യണു. പക്ഷെ ആ മൊമെന്റിൽ ഞാൻ മനസ്സിലാക്കി ഈ മാർഗം എന്ന് പറഞ്ഞൊരു കാര്യം ഞങ്ങൾ തുടങ്ങിയത് അത് വളരെ നല്ലൊരു ഡിസിഷൻ ആയിരുന്നുള്ള റീഅഷുറൻസ് ആയിരുന്നു. അവർ പോകാൻ നേരത്ത് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ. നമ്മൾ പല കാര്യങ്ങളും അതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. യങ്ങർ ജനറേഷനും ഈ 60 വയസ്സിന് മേലെയുള്ള ആളുകളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ക്യൂറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ. ബിസിനസ്സും പൈസ മാത്രം പോരല്ലോ, ഒരു മീനിങ് വേണ്ടേ? നമ്മൾ എന്താ പറയാ, യു ഹാവ് ടു ലീവ് എ മാർക്ക് ബിഫോർ യു ആക്ച്വലി ലീവ്. അതും ഇമ്പോർട്ടന്റ് ആണല്ലോ. സ്വന്തം കാലിൽ നിൽക്കുക, സെൽഫ് റിലയന്റ് ആവുക, സ്വന്തമായിട്ടുള്ള ഒരു വരുമാനം, സ്വന്തമായിട്ടുള്ള അഭിപ്രായം, സ്വന്തമായിട്ടുള്ള ബൗണ്ടറീസ്, സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാട്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എന്നെ എൻ്റെ ബിസിനസിൻ്റെ സൈഡ് ഹെൽപ്പ് ചെയ്യും. അപ്പം സാധാരണ ഇനി മുന്നോട്ട് വരുന്ന വനിതാ സംരംഭകരോട് എന്താണ് പറയാനുള്ളത്? വിമൻ ഓൺടർപ്രണേഴ്സിന് പഴയൊരു കാലമല്ല ഇപ്പം. ഒത്തിരി എൻകറേജിംഗ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. നല്ലൊരു എൻവയോൺമെന്റ് ആണ്. ഇപ്പൊ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞങ്ങളുടെ വിമൻ ഓൺടർപ്രണർ നെറ്റ്വർക്ക്. നമ്മൾ കൊച്ചിയിൽ 8 കൊല്ലം മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഷീലാൻറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്ത വിമൻ ഓൺടർപ്രണർ നെറ്റ്വർക്ക് വെൻ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മ നമ്മൾക്കുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ സിസ്റ്റർഹുഡ് ആണ്. അപ്പൊ അതില് നമ്മള് ചെറിയ ഒരു വീട്ടിലിരുന്ന് ജ്വല്ലറി ഉണ്ടാക്കുന്ന ഒരാൾ തുടങ്ങി ഷീലാൻറ്റിനെ പോലത്തെ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് വരെ ഒരേ മനസ്സോടെ ഒരേ പരിഗണനയോടെ നമ്മൾ അതുപോലെ ഭംഗിയായിട്ട് പോണ ഒരു കൂട്ടായ്മയാണ് വെൻ. അപ്പൊ അതിൽ തന്നെ നമ്മൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ വെന്നിന്റെ 1-2 മീറ്റിംഗിന് വന്നു കഴിയുമ്പോൾ തന്നെ ഒത്തിരി ഇൻപുട്സും ഒത്തിരി മോട്ടിവേഷനും ആണ് വരിക. അവിടെ ജഡ്ജ്മെന്റ്സ് ഇല്ല. നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. വളരെ എൻകറേജിംഗ് ആണ്. ഒത്തിരി കാര്യങ്ങൾ ഓൺടർപ്രണേഴ്സിനെ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പ്രോഗ്രാംസ് ഫ്രം എൻട്രി ലെവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ കൊച്ചിയിൽ, പ്രത്യേകിച്ച് കൊച്ചിയിൽ മാത്രമല്ല, കൊച്ചി, കോഴിക്കോട്, കോട്ടയം, പിന്നെ ട്രിവാൻഡ്രം, തൃശ്ശൂർ, പിന്നെ ഇപ്പൊ കോയമ്പത്തൂർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയാ, വളരെ പെട്ടെന്ന് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സിസ്റ്റർഹുഡാണ്. ഞാൻ വെന്നിന്റെ കമ്മിറ്റി മെമ്പർ ആണ് ഫ്രം ദ ബിഗിനിങ് ഇയർ ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ വരുന്ന സംരംഭകരുണ്ടല്ലോ, അവർക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് മൂലധനം. അല്ലെങ്കിൽ ഞാനൊരു ഐഡിയ ഉണ്ട്, ഒരു മൂലധനം കിട്ടുന്നില്ല. അപ്പോൾ മാം ഒരു 2014-2013 ബിസിനസ്സിലേക്ക് വന്നത്. ആ സമയത്ത് ഒരു ഓവൻ വാങ്ങുക, ആ ഒരു സംഭവത്തിനൊക്കെ അത്യാവശ്യം ഒരു എമൗണ്ട് ആ സമയത്തും ഉണ്ടാകും. അതെങ്ങനെയാണ് കണ്ടെത്തിയത് ആ ഒരു സ്റ്റാർട്ട്? കാരണം ഈ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. കാരണം ഇതിന്റെ ആൻസർ ആയിട്ട് ഞാൻ അതിനൊരു റോൾ മോഡൽ അല്ല. എനിക്ക് പറ്റിയ മണ്ടത്തരങ്ങളാണ് ഇതിന്റെ ഉത്തരവായിട്ട് എനിക്ക് പറയാനുള്ളത്. ആ മണ്ടത്തരം വേറെ ആർക്കും പറ്റരുതെന്ന് എനിക്ക് വളരെ നിർബന്ധമുണ്ട്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്റ്റഡി നടത്തുക എന്നുള്ളത്. നമ്മുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൊണ്ടുപോയി അതിൽ കൊണ്ടുപോയി ഇടരുത്. നമ്മൾ വിചാരിക്കുന്നത് അയ്യോ ലോൺ എടുക്കണ്ട, അങ്ങനെ ചെയ്യണ്ട, സേഫ് ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ളത്. പക്ഷേ നമ്മൾ ഫെലോ ഓൺടർപ്രണേഴ്സുമായിട്ട് സംസാരിക്കുക, സിമിലർ ഇൻഡസ്ട്രിയിലുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് ഇതിന്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക, എക്സ്പേർട്ടുമായിട്ട് സംസാരിക്കുക. ഫിനാൻസിന്റെ ഇതിൽ ഗവൺമെന്റിന്റെ ഒത്തിരി സപ്പോർട്ടുണ്ട്. ഒത്തിരി പ്രോജക്ട്സ് ഉണ്ട് ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ട്. മിക്കവാറും നമ്മൾ നേരെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്നൊന്നും സ്ട്രേറ്റ് അവേ ഉള്ള സപ്പോർട്ട് ഇന്ന് ഞങ്ങൾ ഇത് എടുത്തു തരാന്ന് പറഞ്ഞിട്ട് ആരും പറയാൻ പോകുന്നില്ല. നമ്മൾ തന്നെ പലരോടും സംസാരിച്ച് പെർസിസ്റ്റന്റ് ആയിട്ട് പോയി കണ്ട് അതിനുള്ള സബ്സിഡീസും ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒത്തിരി സബ്സിഡീസും സപ്പോർട്ടും ഉണ്ട്. അത് കണ്ടുപിടിച്ചത് അവെയിൽ ചെയ്യണം, വിച്ച് ഐ ഡിഡ്ന്റ് ഡു
ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കയ്യിൽ ആ സമയത്ത് ഇഷ്ടംപോലെ ലൂസ് ക്യാഷ് ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി, എനിക്ക് ന്യായമായിട്ട് ഒന്നും അറിയാതെ വരേണ്ട ഒരു സബ്സിഡി പോലും ഞാൻ അവൈൽ ചെയ്തില്ല. എന്നെ അത് അഡ്വൈസ് ചെയ്യാനും ആളുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തുടങ്ങുന്ന ആളുകൾക്ക് ഒത്തിരി പ്ലാൻസ് ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പൊ പണ്ട് ഓൺലൈനിൽ അത്രയും ഡേറ്റ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഓൺലൈനിൽ ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വിശദമായിട്ട് റിസർച്ച് ചെയ്ത് ഇതെല്ലാം തന്നെ യൂട്ടിലൈസ് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് MSMEയുടെ ഒക്കെ ഓഫീസിൽ, തൃശ്ശൂരാണ് നമ്മുടെ ഇവിടുത്തെ ഓഫീസ്, തൃശ്ശൂരാണ്. അവിടെ പോയി സംസാരിച്ചു കഴിഞ്ഞാൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ളതും ഒത്തിരി ഇൻഫർമേഷനും കിട്ടും. നമ്മൾ സ്ത്രീകൾക്ക് ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ കൈ എത്തിയാലേ എല്ലാം ശരിയാവത്തുള്ളൂ. നമ്മൾ തന്നെ അത് ഞാൻ ചെയ്യാം, ഇത് ഞാൻ ചെയ്യാം, അത് ഞാൻ ചെയ്യാം. അപ്പം പിന്നെ ഓൺടർപ്രണർ ആവുമ്പോൾ വിചാരിക്കുന്നത് ഈ സാലറിയും ആ സാലറിയും ഞാൻ സേവ് ചെയ്യും, കാരണം ഞാൻ എല്ലാം ചെയ്യുന്നുള്ളതുകൊണ്ട്. ഒരിക്കലും ആ ഒരു സൂപ്പർ വുമൻ ആവാൻ വേണ്ടി നിൽക്കരുത്. ഡോണ്ട് ഡു ഇറ്റ് ഓൾ. നമ്മളുടെ സ്ട്രോങ് പോയിന്റ് എന്താണോ, എന്റെ സ്ട്രെങ്ത് എന്താണോ, ഞാൻ അതിൽ 100% ഇത് ചെയ്യാം. ഒരു ബിസിനസ് ഓണർ ആയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പെർട്ടിക്കുലർ കാര്യം, പ്ലസ് നമ്മുടെ ഫോക്കസ് ബിസിനസിന്റെ നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിലാണ്. ഞാനത് തുടക്കത്തിൽ ചെയ്തില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും, മാർക്കറ്റിങ്ങും അതും ഇതും ഫൈനാൻസും എല്ലാം തന്നെ നോക്കാൻ വേണ്ടി നിന്നു, വിച്ച് ആക്ച്വലി പുൾഡ് മീ ബാക്ക്. കുറെ എന്റെ പേസ് കുറെ കുറച്ചു. അത് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യാൻ ജോലികൾ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യാം ടു ദി കറക്റ്റ് പീപ്പിൾ, എക്സ്പീരിയൻസ്ഡ് ആയിട്ട്. ഗ്രോത്ത് അതനുസരിച്ച് കൂടും. നമ്മൾക്ക് കുറച്ചും കൂടി എനർജി ഉണ്ടാവും, നമുക്ക് നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിനെ പറ്റി ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എല്ലാം കൂടി നമ്മൾ ചെയ്ത് മിടുക്കരാവാൻ നോക്കരുത്. അറിയാവുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ജിമോളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പുതിയ പുതിയ വെഞ്ചേഴ്സ്, ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് യു ആർ ട്രൂലി എ inspired person. Thank you. So lastly, what statement would you give to the fellow women to get inspired and how to be inspired and all that? Just be yourself. Be real. That Take is beautiful. Risk. And have confidence in yourself, which is very important. Just be yourself. That's more than enough. Okay, that is beautiful. Thank you, Jimol. Thank you very much. Thank you.